സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എം പി നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഇനി വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഈ ഭൂമി, ഞങ്ങളുടെ ഭൂമി എങ്ങനെയാണ് വഖഫ് ബോർഡിലേക്ക് എത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1995 കൊണ്ടുവന്ന് വെച്ച നിയമം തന്നെയാണ്. ആ നിയമം അനുസരിച്ച് സെക്ഷൻ 40 അനുസരിച്ചിട്ടാണ് വഖഫ് ബോർഡ് ഈ ഭൂമി അവരുടെ ആസ്തി വിവരത്തിലേക്ക് കയറ്റിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2008 എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുന്നു. എക്സിക്യൂഷൻ പെറ്റീഷനിൽ 2 മുസ്ലിം വ്യക്തികൾ പറയുന്നു ഇത് ഭൂമി 1995 സെക്ഷൻ 40 പ്രകാരം ഇത് വഖഫ് ബോർഡിന് അവകാശപ്പെടാം എന്നാണ്. അതവർ കോടതിയിൽ കേസ് കൊടുക്കുന്നു. ആ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് 2008 എൻക്വയറി കമ്മീഷനെ വെച്ചു. ഗവൺമെൻറ് വെച്ച എൻക്വയറി കമ്മീഷനാണ് നിസാർ കമ്മീഷൻ. ആ നിസാർ കമ്മീഷൻ പറയുന്നു ഇവിടെ ഈ ഭൂമി വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്ന്. അത് നടപ്പിലാക്കാൻ അന്നത്തെ ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. അത് തയ്യാറാകാതെ നിന്ന അവസരത്തിൽ ആ നിയമത്തിൻ്റെ പിൻബലത്തിൽ WPC വീണ്ടും ഹൈക്കോടതിയിൽ കൊടുക്കുന്നു. ആ ഹൈക്കോടതിയിൽ കൊടുത്തതിൻ്റെ പേരിൽ 2017 അതെല്ലാം വരുന്നത് ഈ അമെൻമെൻറ്റിൻ്റെ 1995 നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2017 ഫറൂഖ് കോളേജിൻ്റെയും സിദ്ദിഖ് സേട്ടുവിൻ്റെ മക്കളെയും വിളിച്ച് ചർച്ചയ്ക്കിരുത്തുന്നു. അവിടെ കമ്മീഷൻ വെക്കുന്നു വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡിലെ ഒരു എൻക്വയറി കമ്മീഷൻ, വഖഫ് ബോർഡ് ആ സമയത്താണ് എൻക്വയറി കമ്മീഷൻ വെക്കുന്നത്. ആ എൻക്വയറി കമ്മീഷൻ്റെ കണ്ടെത്തലും ഇത് വഖഫ് പ്രോപ്പർട്ടി തന്നെയാണെന്നാണ്. അതിനുശേഷം 2019 വഖഫ് ബോർഡ് സ്വന്തമായി ഈ ഭൂമി അവരുടെ രജിസ്റ്ററിലേക്ക് എഴുതിയെടുക്കുന്നു. ഇതാണ് ഞങ്ങളാരും അറിയാതെ തന്നെ. അപ്പം ഞങ്ങൾ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങൾ, ഈ ഭൂമി വഖഫ് ഭൂമിയല്ല. കാരണം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവിടെ ആളുകൾ താമസിച്ചിരുന്നു. സിദ്ദിഖ് സേട്ട് വരുന്ന സമയത്ത് 1975 ഹൈക്കോടതി വിധി പ്രകാരം അത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയല്ല. സകലവിധ ക്രയവിക്രയങ്ങളും അതുപോലെ തിരിച്ചെടുക്കുന്നതിനും ഉള്ള അവകാശങ്ങളും കൊടുത്തിരിക്കുന്നതിൻ്റെ പേരിലും അത് വഖഫ് ഭൂമിയല്ല. പക്ഷേ നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് സെക്ഷൻ 40 അമെൻമെൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. സെക്ഷൻ 40 അമെൻമെൻറ്റ് വരുത്തുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി വളരെ എളുപ്പത്തിൽ ഈ ഭൂമി നമ്മുടേതാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ അങ്ങ് പറഞ്ഞതിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിയമത്തിന് പാർലമെൻറ്റിൽ ഉണ്ടാക്കുന്ന നിയമമാണ് ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കേണ്ടത്. അപ്പോൾ പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമത്തിന് അതീതമായി നിന്നുകൊണ്ട് മാനുഷിക പരിഗണന പറഞ്ഞു എന്നുള്ളൊരു വലിയൊരു പ്രശ്നമായിപ്പോയി. ഞാൻ പറഞ്ഞത് നിയമത്തിൻ്റെ അതീതമായി നിന്നിട്ട് ഞങ്ങൾക്ക് മാനുഷിക പരിഗണന വേണ്ട. ഞങ്ങളുടെ ഭൂമി വഖഫ് ബോർഡിൻ്റെ ഭൂമിയല്ല. ഞങ്ങളുടെ ഭൂമി കൃത്യമായിട്ട് ഞങ്ങളുടെ ഭൂമി ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയല്ലാത്തത് കൊണ്ട് വരുന്ന 6 മാസം അത് കേരള സർക്കാരായാലും ഈ പറയുന്ന UPAയിൽ നിൽക്കുന്ന നമ്മുടെ കോൺഗ്രസ് ആയാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ വിഷയം വഖഫ് ബോർഡിൻ്റെ പറമ്പ് ആവശ്യപ്പെടാൻ പറ്റാത്തതിൻ്റെ പേരിലും കൃത്യമായി ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഭൂമിയായതിൻ്റെ പേരിലും ഒരു തീർപ്പ് കൽപ്പിച്ചില്ല എങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാവും. അത് വളരെയധികം മുന്നിൽ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈബീഡൻ സാർ 6 മാസത്തിനുള്ളിൽ അങ്ങ് വിചാരിച്ചാൽ ഈ പ്രശ്നം ഞങ്ങൾക്ക് ഊരിത്തരാൻ സാധിക്കും. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസം മാത്രം ഞങ്ങൾ കണക്കിലെടുക്കുന്നു. അതുപോലെ കേരള ഗവൺമെൻറ്റും ഞങ്ങളുടെ MLA ഞങ്ങളുടെ കൂടെ ഒരുപാട് പ്രാവശ്യം തിരുവനന്തപുരത്ത് വരികയും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ നിയമം 95 നിയമം നിലനിൽക്കുന്നതിൻ്റെ പേരിൽ ഒരു കാരണവും അവിടെ വച്ചിരിക്കുന്നു. അതായത് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും നമുക്ക് സ്റ്റേ വന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നമുക്ക് കേരള സർക്കാർ ടാക്സ് അടക്കാൻ തന്നപ്പോൾ അത് സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്തു. 360-63 ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്ത് ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് TR രവി സാറ് ജഡ്ജി ഞങ്ങൾക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെയുള്ള റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിച്ച് താൽക്കാലികത്തെങ്കിലും തന്നത്. പക്ഷേ ഡിവിഷൻ ബെഞ്ചിൽ അത് സ്റ്റേ വാങ്ങിയതിൻ്റെ കാരണം അഫിഡാവിറ്റ്, വഖഫ് ബോർഡ് അഫിഡാവിറ്റ് സമർപ്പിച്ചു. ആ അഫിഡാവിറ്റിലും ഇത് കൃത്യമായി പറയുന്നു 1995 ആക്ട് അനുസരിച്ച് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് അവിടെയുള്ള ആളുകൾക്ക് പൊസഷൻ അനുവദിക്കാൻ പാടില്ല. ആ നിയമത്തിൻ്റെ സാധ്യത വെച്ചാണ് ഈ 610 കുടുംബങ്ങളുടെ അവകാശങ്ങൾ ഡിവിഷൻ ബെഞ്ച് ധിക്കരിച്ചത്, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കിയത്. അതുകൊണ്ട്
ശക്തമായി ഞങ്ങൾ പറയുന്നു, അമെൻമെൻറ്റ് ചെയ്താലും അമെൻമെൻറ്റ് ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്തായാലും ഹൈബി ഈഡനും കേരള സർക്കാരും വിചാരിച്ച് ഞങ്ങൾക്ക് ഈ പ്രശ്നം തീർത്തു തരണം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.